അന്യരെ പറ്റിച്ചു ജീവിക്കുന്ന ചിലരെ നാം പലപ്പോഴും കണ്ടുമുട്ടാറില്ലേ? അധ്വാനിക്കാതെ മറ്റുള്ളവരെ പറ്റിച്ചു ജീവിക്കുന്നവർ. എന്നാൽ ചിലപ്പോഴെങ്കിലും അവർ പിടിക്കപ്പെടും. ഇവിടെ സമസ്ത കേരള വാര്യർ സമാജം തൃശൂർ ജില്ലാ കലോത്സവത്തിൽ ആതിര വനിതാവേദി അവതരിപ്പിക്കുന്ന ലഘു നാടകം ഇരട്ട മരണം അത്തരം ഒരു പറ്റിക്കലിന്റെയും പിടിക്കപ്പെടലിന്റെയും കഥയാണ്. പ്രസിദ്ധമായ 1001 രാവുകൾ എന്ന പുസ്തകത്തിലെ അബു ഹസന്റെയും ഭാര്യ നൗഷത്താലിന്റെയും കഥയിൽ നിന്ന് കഥാതന്തു കടമെടുത്ത് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഇരട്ട മരണം എന്ന നാടകത്തിൽ നിന്നാണ് ഈ നാടകം ഉരുത്തിരിഞ്ഞു വന്നത്. കഥാസന്ദർഭങ്ങളും പാത്ര സൃഷ്ടിയും വ്യത്യസ്തമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ലഘുനാടകം ഞങ്ങൾ വിനയപുരസ്സരം കാഴ്ചവെക്കുന്നു. ഇരട്ട മരണം. കുഞ്ചി, 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 എണീക്ക്. നേരം വിളിച്ചേ. എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണ്ടേ? വേണം, പക്ഷേ ഇവിടെ ഒരു മണി അരി ഇല്ല എടുക്കാൻ. എന്താപ്പോ ചെയ്യ? വിശന്നിട്ടാച്ചാ കണ്ണു മിഴിയണില്ല. എന്ത് ചെയ്യാനാ? എന്നത്തെ പോലെ ആരെങ്കിലും അങ്ങോട്ട് പറ്റിക്കന്നെ. ഇത്തവണ കോലോത്തേക്ക് വെച്ച് പിടിച്ചാലോ? ശരി തന്നെ, നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ടേക്കാ പോവാം. അയ്യോ, എന്തൊരു കഷ്ടപ്പാടാണ്. ഭൂലോകം മുഴുവൊരു മിറ്റം, അടിച്ചാലും തീരില്ല. പറയുമ്പോ എന്താ കോലോത്തെ പണിയല്ലേ നാരായണിയെ? നിനക്ക് എന്തിന്റെ കുറവാ? ഇവിടെ മനുഷ്യന്റെ നടുവൊടിയ. എന്താ നാരായണി പിറുപിറുക്കണേ? അകത്ത് കേക്കാട്ടോ. എന്റെ തമ്പ്രാട്ടിയെ, അടിയൻ പറയായിരുന്നു, ഇത്ര സുഖമുള്ള പണി ഈ കോലോത്തല്ലാണ്ട് വേറെ എവിടെയാ കിട്ടാന്ന്. അടിയന് ഇവിടത്തോടുള്ള സ്നേഹം എത്രയാന്ന് പറയായിരുന്നു. ആ മതി, അധികം വിസ്തരിക്കണ്ട. നിന്ന് തിരിയാണ്ട് വേഗം അങ്ങോട്ട് പണി കഴിക്കുക. കല്യാണി, ഇന്ന് പ്രത്യേകിച്ച് ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അച്ഛാ, എനിക്കൊന്ന് ഇല്ലത്തേക്ക് പോണം. വല്യാത്തോള് ആളെ അയച്ചിരിക്കണേ. ആയിക്കോട്ടെ, ഇന്ന് പ്രത്യേകിച്ച് ആരും വരലുണ്ടാവില്ല. അടിയനാരൂല്ലാണ്ടായില്ലോ. എന്റെ കൂടെ പുറപ്പെന്നെ വിട്ടുപോയില്ലേ. ഞാനിതെങ്ങനെയാ സഹിക്കുക? നിക്കാരുണ്ടായില്ലോ, നിക്കാരുമില്ലാണ്ടായില്ലോ. ആരത്? ഇവിടെ നിന്നിക്ക തൊട്ടുകൂട്ടാണ്ടേ. നിക്കാരുമില്ലാലോ തമ്പുരാട്ടിയെ, നിക്കാരുമില്ലാലോ, നിക്കാരുമില്ലാലോ. കല്യാണി, ആരത്? ഇത് നമ്മുടെ പറങ്ങോടന്റെ മൂത്ത മോളാ. പറങ്ങോടൻ ചത്തുപോയി. ഇവളുടെ താഴെ ഒരാള് കൂടി ഉണ്ട്, കുഞ്ചി. അതെന്റെ തമ്പുരാട്ടിയെ, പറങ്ങോടന്റെ മോളന്നെയാ ഞാൻ. പാറു നിക്കാരുമില്ലാണ്ടായില്ലോ, നിക്കാരുമില്ലാണ്ടായില്ലോ. എന്റെ തമ്പുരാട്ടിയെ, എന്റെ കുഞ്ചിപ്പെണ്ണ് ഇന്ന് രാവിലെ ചത്തുപോയി.
അവളെ എന്നെ വിട്ടു അവള് ചത്തു, ഇന്ന് രാവിലെ ചത്തു. ചാവേ, ഇന്നലെ രാവിലെ കറിവേപ്പില പൊട്ടിക്കാൻ വന്നിരുന്നൂലോ അവള്. ആ വന്നിന്നു. ഇന്നലെ മുതിരയും കരിവേപ്പിലയും കൂട്ടി കഞ്ഞി കുടിച്ചു കിടന്നതാ. രാവിലെ നോക്കുമ്പോഴേ ഹൃദയം പിടിച്ചു. ഹൃദയസ്തംഭനം എന്നാ എല്ലാവരും പറയണേണ്ട്. അവളെ ചത്തു. ആട്ടെ, ഇനിയിപ്പൊ എന്താ അടുത്ത നടപടികള്? എന്റെ കയ്യിൽ ഒരു ദമ്പടയില്ലേ തമ്പുരാട്ടി എന്തെങ്കിലും തന്ന് സഹായിക്കണം. ശവമടക്കിനുള്ള വകേ തമ്പുരാട്ടി തന്നെ എനിക്ക് തരണ. എന്റെ പാടവരെ എനിക്കാരുണ്ടായില്ലോ തമ്പുരാട്ടി. എന്തെങ്കിലും തരണേട്ടോ തമ്പുരാട്ടിയെ. കല്യാണി, ഒരു കാര്യം ചെയ്യാ. എന്റെ വെട്ടിന്ന് 2 കോടിമുണ്ടും അരിയും മറ്റ് സാധനങ്ങളും ഒരു 100 ഉറുപ്പികയും എടുത്തു കൊടുക്കുക. ഏടത്തി ഇന്ന് പ്രാതലിന് കണ്ടില്ലാലോ മാത്തുവോ? സാധാരണ ഏടത്തി കൃത്യസമയത്ത് എത്താറുള്ളതാ. ഇന്ന് എന്ത് പറ്റിയാവോ? പൊന്നോട് എനിക്കാരുണ്ടായില്ലോ, ഞാൻ ഒറ്റയ്ക്കായില്ലോ. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇത് കുഞ്ചിയല്ലേ? എന്താ എനക്ക് പറ്റിയത്? എന്തിനാ ഇങ്ങനെ കരയണേ? എല്ലാം പോയില്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ മോങ്ങല്? കാര്യം എന്താ വെച്ചാ അങ്ങോട്ട് പറയാ. ചേച്ചി പോയമ്പ്രാട്ടിയേ, പോയി നട്ടേച്ചു പോയമ്പ്രാട്ടിയേ. എങ്ങോട്ട് പോയിന്ന്? എങ്ങട് പോയതല്ല, ഇന്നലെ വൈകുന്നേരം മുതൽ വയ്യണ്ടായിരുന്നു. ഇന്ന് രാവിലെ തീർന്നു. തല തട്ടിയായിരുന്നു. കഷ്ടായിട്ടോ, നല്ല ഒരുത്തിയായിരുന്നു. ഷോടക്കൊക്കെ എങ്ങനാ? എന്റെ കയ്യിലൊന്നുമില്ല ബ്രട്ടിയെ, ഒന്നുമില്ല. ചേച്ചി അടക്കാൻ ഒറ്റ പൈസ ഇല്ല ബ്രട്ടിയെ. എന്തെങ്കിലും തന്ന് സഹായിക്കുക ബ്രട്ടിയെ. മാധു, ഇവൾക്കൊരു പറ നെല്ലും 100 ഉറുപ്പിക എടുത്തു കൊടുക്ക്. പാവം, എന്താ ചെയ്യാ? ഏടത്തി എന്താ പ്രവർക്കണേ? അല്ല, നമ്മുടെ പറങ്ങോടന്റെ 2ാമത്തെ മോള് കുഞ്ചിപ്പെണ്ണ് രാവിലെ തീർന്നൂത്രേ. ദേ ഇപ്പോ അവള് മൂത്തോള് പാറു വന്ന് പറയേ. എന്താ എടുത്തി പറയണേ? കുഞ്ചിതാ ഇപ്പൊ അവിടുന്ന് പോയുള്ളൂ. അവളുടെ ചേച്ചി പാറു തീർന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിയന്തരത്തിനുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്താ നീ പറയണേ? നിനക്ക് സ്ഥിരബുദ്ധി ഇല്ലാണ്ടി അയ്യോ. കുഞ്ചിയാണ് മരിച്ചത്. പാറു ആണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഏടത്തി, അത് കുഞ്ചിയാണ്. ഏടത്തിക്ക് ഓർമ്മയില്ലാത്ത. വന്നത് പാറു അല്ല, വന്നത് കുഞ്ചി, ചത്തത് പാറു. പാറു കുഞ്ചി, പാറു കുഞ്ചി, പാറു കുഞ്ചി. എന്നാ അതൊന്ന് തീർച്ചയാക്കണല്ലോ. നമുക്ക് 2 ആൾക്ക് അവരുടെ കുടിലേക്കൊന്ന് പോയാലോ? ചതിച്ചു കുഞ്ചിയെ. ദേ 2 തമ്പുരാട്ടിമാരും കൂടി ദേ ഇങ്ങോട്ട് വരുന്നു. എന്താ നമ്മൾ ചെയ്യ? അവരിവിടെ എത്തി. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ കിടന്നോ, ഞാനിവിടെയും കിടക്കാം. ഇനിയിപ്പോ വരുന്നത് പോലെ വരട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? ഇതപ്പൊ നന്നായി. 2 ആളും തേ മരിച്ചു കിടക്കണം.
ഇതില് എന്തോ കള്ളത്തരുണ്ടല്ലോ, കണ്ടുപിടിക്കുക എന്നെ. അങ്ങനെ നമ്മളെ പറ്റിക്കാൻ പാടില്ലല്ലോ. കല്യാണിയേ, ഈയ പോയി നമ്മുടെ മടപ്പുരയിലെ തുള്ളിയിരിക്കണ മന്ത്രവാദിനി അമ്മയില്ലേ, അവരെ വിളിച്ചു കൊണ്ടുവാ. അവര് വന്ന കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാവുമല്ലോ. ഓം ഗ്രീം 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 ഓം ഗ്രീം ഓം ചാമുണ്ഡി ഓം രക്തരക്ഷി ഓം കരിങ്കാളി ഓം ഹ്രീം ബും ഫട് സുഹപ്പഹ ദുഹാഹ. എന്താ ഇവിടെ പ്രശ്നം? നോം ശരിയാക്കി തരാം. അമ്മേ, ഇവിടെ രണ്ടാള് മരിച്ചു കിടക്കണു. ഇതില് എന്തോ ചതിയുണ്ട്. ഇതില് യഥാർത്ഥത്തിൽ മരിച്ചത് ആരാണ് എന്ന് പറഞ്ഞു തരണം. മരിച്ച ആളെ ഒറ്റ തൊടാനും വയ്യാലോ. അതിനെന്താ, നോമിപ്പോ തെളിയിക്കാം. ഓം ചാമുണ്ടേശ്വരി, ഓം കാളി, ഓം നമ, ഓം നമ. ഈ കിടക്കണ രണ്ടുപേരിൽ മരിച്ച ആളുടെ കൈ ഭഗവതി മേലോട്ട് വലിക്കുമെന്നാണ് ഭഗവതി അരുൾ ചെയ്തത്. മറ്റേയാൾ കള്ളിയാണ്. അതുകൊണ്ട് ചതി കാണിച്ച ആൾ മഹാമാരി വന്ന് പുഴുത്തു ചാകും എന്നും അരുൾ ചെയ്യുന്നു. ഓം മഹാമായേ, കാണിച്ചു തരണേ. ഓം ഗ്രീം 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 മഹാമായേ, കരിങ്കാളിയമ്മേ, രക്തയക്ഷിയമ്മേ. ഓം ഗ്രീം ഗ്രീം ഓം ഗ്രീം ഗ്രീം ഇതിൽ മന്ത്രമൊന്നുമില്ല, വെറും ബുദ്ധി മാത്രം. പല നാൾ കള്ളൻ ഒരു നാൾ പെടും എന്നു പറയാറില്ലേ? ഇനിയെങ്കിലും മറ്റുള്ളവരെ പറ്റിക്കാതെ എന്തെങ്കിലും പണിയെടുത്തു ജീവിക്കാൻ നോക്കൂ. ജോലി ചെയ്തു കിട്ടുന്ന ധനം കൊണ്ട് ജീവിക്കുന്നതിൽ സുഖം കണ്ടെത്തൂ. ഇവിടെ വാ രണ്ടാളും. പണിയെടുക്കാതെ മറ്റുള്ളവരെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് രണ്ടാളും ഒന്നിച്ച് താമസിക്കേണ്ട. ഒരാൾ കോലത്തെ പുറംപണിക്ക് നിൽക്കട്ടെ. മനക്കില് ആത്തേമാർക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. മറ്റേ ആളെ ഇല്ലത്തേക്കും അയക്കാം. രംഗത്ത് പാറു സുശീല, കുഞ്ചി ശശികല, വലിയ തമ്പുരാട്ടി ധന്യ, കല്യാണി ശ്രീവിഭ, ചെറിയ തമ്പുരാട്ടി ദീപ, മാധു ശ്രീലക്ഷ്മി, മന്ത്രവാദിനി വൃന്ദ, നാരായണി അനുശ്രീ.